ഹായ് ഹലോ, നമുക്ക് നമ്മുടെ അമ്മയുടെ വീട്ടിൽ പോയാലോ? ഒരുപാട് ഓർമ്മകളും നൊസ്റ്റാൾജിയൊക്കെ ഉള്ള ഒരു ഇടമാണ്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഞാൻ കാണാറുണ്ട്, കുറേ വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. അങ്ങനെ വീഡിയോ എടുക്കാൻ പോയൊരു കഥയാണിത്. എൻ്റെ അമ്മ ജനിച്ചപ്പോഴാണ് ഈ വീഡിയോ കിട്ടിയത്. അങ്ങനെയാണ് വീട്ടിൻ്റെ രേണുക നിലയെന്ന് പേരിട്ടത്. പ്രതീക്ഷിച്ചതിലും വിപരീതമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. എൻ്റെ അമ്മ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ എല്ലാ വർഷവും ഈ ദിവസം ഇവിടെ ഒരു പരിപാടി നടത്താറുണ്ട്. വെച്ചു കൊടുക്കുക എന്നൊക്കെയാണ് പറയുക. 6 മക്കളും അവരുടെ മക്കളൊക്കെ ചേർന്ന് നല്ല അടിപൊളിയായിട്ടൊരു പരിപാടിയാണ്. ഈ പരിപാടിയുടെ മെയിനായിട്ടുള്ളത് കുക്കിംഗ് ആണ്. കുക്കിംഗ് ചെയ്യാനാണെങ്കിൽ ചായ വെക്കാനും പായസം വെക്കാനും ചിക്കൻ വൃത്തിയാക്കാനും അമ്മമാരും മേമ്മമാരും ചെറിയമ്മമാരും ചെറിയച്ചന്മാരും അവരുടെ മക്കളും എല്ലാവരും കൂടി ഒത്തുകൂടി ഒരുമിച്ചായിരുന്നു. ഏത് കുടുംബത്തിലാണെങ്കിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് ഇമോഷൻസിൻ്റെ അപ്പുറത്ത് സന്തോഷം കൊണ്ടുവന്ന് ഇന്നും ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അങ്ങനെ കണ്ടുമുട്ടിയ ദിവസമാണ് ഇന്ന്. ഈ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. എൻ്റെ മോട്ടിവേറ്റർ എന്നൊക്കെ പറയാം. കാണാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി പാത്രം കഴുകണമെന്നും അല്ല കേട്ടോ. പാത്രം കഴുകാൻ പൊതുവെ ആർക്കും ഇഷ്ടമല്ലല്ലോ. എന്നാലും പിന്നെ കഴുകിയല്ലേ പറ്റൂ. അത് സന്തോഷങ്ങൾ ഉണ്ടാവാറുണ്ട്, സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്. എൻ്റെ അമ്മയാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിമാരാണെങ്കിലും ഏട്ടന്മാരാണെങ്കിലും എല്ലാവരും ഭയങ്കര ഇമോഷണലി കടന്നു പോകുന്നൊരു ദിവസമാണ്. കാരണം അവരുടെ അച്ഛനും അമ്മൻ്റെയും ആണ്ടാണ്. അപ്പോൾ അതിനകത്ത് അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ദിനമാണ്. പക്ഷേ അതിനകത്ത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇത്ര കാലങ്ങൾക്ക് ഇപ്പുറവും എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് സങ്കടപ്പെടാൻ കുറേ റീസൺസ് ഉണ്ടാവും. പക്ഷേ സന്തോഷിക്കാൻ അങ്ങനെയല്ല. സന്തോഷിക്കാൻ കുറച്ച് റീസൺസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ള സമയത്ത് സന്തോഷമാണെങ്കിൽ അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. കുറേ ഭാഗങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.